ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിന്ന് പിന്നെയും ഷോപ്പിങ്ങിന് പോവാണ്. ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് ഹനോവർ സിറ്റിയിലേക്ക് പോവാം. ബട്ട് വെയിറ്റ്, നമ്മളിന്ന് പോകുന്നതിന് 2 റീസൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നോറയ്ക്ക് കിൻഡർ ഗാർഡനിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട് ഇൻ 2 weeks. അപ്പോൾ നമുക്ക് അതിനൊരു കോസ്റ്റ്യൂം വാങ്ങിക്കണം. ബിക്കോസ് ഇതൊരു കാർണിവലാണ്. ഇവിടെ ജർമ്മനിയിൽ ഈ ടൈമിൽ നടക്കുന്നൊരു കാർണിവലാണ്. സോ അതിന് പോകാൻ വേണ്ടിയിട്ട് നോറയ്ക്ക് ഒരു കോസ്റ്റ്യൂം വാങ്ങിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ദ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പുതിയൊരു കാർ എടുത്തു വെച്ച BMW. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 days ആയിട്ട് ഇത് ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഇതിൽ കയറിയില്ല. സോ ഒരു റൗണ്ട് എടുക്കണം എന്നുണ്ട്. സോ ഈ 2 റീസൺസ് കൊണ്ടാണ് നമ്മളിന്ന് പുറത്ത് പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് ഹനോവറിൻ്റെ ഒരു എൻഡിലാണ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹൈവേ, ലൈക്ക് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയും. അപ്പം ഈസിയാണ് ഹനോവർ സിറ്റിയിലേക്ക് എത്താൻ. ആക്ച്വലി ഇറ്റ് ടേക്സ് ലൈക്ക് 20 minutes. അപ്പോൾ നമ്മൾ 20 minutes ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഹനോവർ സിറ്റിയിലേക്ക് എത്തേണ്ടത്. അങ്ങനെ നമ്മുടെ പുതിയ കാറിൽ നമ്മൾ ഹനോവർ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാറിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് വിൻഷീൽഡിലും ഇങ്ങനെ കാണാൻ പറ്റും, ഇതുപോലെ നമ്മുടെ ഡിസ്റ്റൻസ്, നമുക്ക് മാപ്പ് കാണാൻ പറ്റും, സ്പീഡ് കാണാൻ പറ്റും, അങ്ങനെ അതെല്ലാം കാണാൻ പറ്റും. എനിവേ, നമ്മളിപ്പം ഹനോവർ സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്നോ ഒന്നും ഇപ്പോഴും മെൽറ്റ് ആയിട്ടില്ല, കാരണം ഇപ്പോഴും നല്ല തണുപ്പാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഹനോവർ സിറ്റിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് ഈ റീസെൻ്റ്ലി റെനോവേറ്റഡും കൂടിയാണ്, അതുകൊണ്ട് ഇറ്റ്സ് ഹ്യൂജ്. അതുകൊണ്ട് നല്ല പുതിയതായിട്ടൊക്കെ ഇരിപ്പുണ്ട്. എനിവേ, നമ്മൾ ഇനിയും കാർ പാർക്ക് ചെയ്യുവാണ്. നല്ല അടിപൊളി പാർക്ക് അസിസ്റ്റൊക്കെ ഉണ്ട് ഈ കാറിന്. നല്ല രസമുണ്ട് കാണാൻ. മേളിൽ കൂടെ 360 ക്യാമറയും എല്ലാം ഉണ്ട്. എനിവേ, കാറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനിയും കാർ പാർക്ക് ചെയ്യണം. അണ്ടർഗ്രൗണ്ടാണ്. നമ്മൾ ഹനോവർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എപ്പോഴും പാർക്ക് ചെയ്യാറ്. കാരണം അതാണ് ഭയങ്കര കൺവീനിയൻറ്റ്. സിറ്റി സെൻറ്ററിലേക്ക് എൻ്റർ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ സ്ട്രീറ്റിലൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചു വരണം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പാർക്കാണിത്. ഒബ്വിയസ്ലി ഹനോവറിൽ വേറെയും ഇഷ്ടംപോലെ കാർ പാർക്ക് പ്ലേസസ് ഉണ്ട്, പക്ഷേ ഞങ്ങളെപ്പോഴും ഇവിടെയാണ് പാർക്ക് ചെയ്യാറ്. ബിക്കോസ് ഇത് അങ്ങനെ സിറ്റി സെൻറ്ററിനുള്ളിലേക്ക് കയറണ്ട. പക്ഷേ ഒബ്വിയസ്ലി ഇപ്പം കുറേ മോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടോട്ട് പോകണമെങ്കിൽ അതിൻ്റെ കാർ പാർക്കിൽ ഇടുന്നതായിരിക്കുമല്ലോ കൺവീനിയൻറ്റ്. പക്ഷേ നമ്മൾ എനിവേ ഇപ്പം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ റോഡിൻ്റെ ഒരു ലെവൽ താഴെ അങ്ങനെയാണ്. സോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരെ കാണുന്നത് ഹനോവർ റെയിൽവേ സ്റ്റേഷനാണ്. സോ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനുള്ളിൽ കൂടെ നടന്ന് കയറിയാൽ നമുക്ക് സിറ്റി സെൻറ്ററിലേക്ക് എത്താൻ പറ്റും. സോ നമ്മൾ നടന്ന് സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ, ആക്ച്വലി സിറ്റി സെൻറ്ററല്ല, ഒരു മോളിലേക്ക് പോകാനാണ്. സോ ഹനോവർ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറി. ഇവിടെ ആക്ച്വലി ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്, ബിസി ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഹനോവർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കുറേ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. സോ നല്ല തിരക്കുണ്ട്. ഇപ്പം ഇതൊരു വീക്കെൻഡാണ്, അതിൻ്റെ കൂടെയാണ് ആക്ച്വലി ഇത്രയും തിരക്ക്. എനിവേ, കുറേ സ്റ്റോഴ്സും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. എനിവേ, നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന ഏൺസ്റ്റ് ഓഗസ്റ്റ് ഗാലറി എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മോളാണ്. ആ മോളിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. കാരണം അവിടെ കിഡ്സിൻ്റെ സ്റ്റോറൊക്കെ ഉണ്ട്, കുറേ പാർട്ടി സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോറയ്ക്ക് എന്താ വാങ്ങിക്കേണ്ടേ? ഒരു കോസ്റ്റ്യൂം. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു മോളാണിത്. ഞങ്ങളുടെ സിറ്റിയിലെ, ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലെ മോൾ പോലെയല്ല. ഇറ്റ്സ് ഹ്യൂജ്, ക്വൈറ്റ് ഹ്യൂജ്. ഒത്തിരി സ്റ്റോഴ്സൊക്കെ ഉണ്ട്. എനിവേ, ഞാൻ കാർണിവൽ എന്ന് മെൻഷൻ ചെയ്തായിരുന്നല്ലോ. കാർണിവൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വലിയ സെലിബ്രേഷനാണ്. നവംബർ തൊട്ട് ആഷ് വെൻസ്ഡേ വരെ ഉള്ളൊരു സെലിബ്രേഷനാണ്. അതായത് മെയിൻ ആയിട്ടുള്ളത് ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ലെൻറ്റ്. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ലെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, അതായത് ഈസ്റ്ററിനുള്ള ലെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ടുള്ളൊരു സെലിബ്രേഷനാണിത്. അപ്പം കിൻഡർ ഗാർഡനിലൊക്കെ ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ പല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരും. സോ നോറയുടെ പ്രിൻസസ് എറയിലാണ്. സോ അവൾക്ക് പ്രിൻസസ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാനാണ് ആഗ്രഹം. സോ നമ്മളൊരു പ്രിൻസസ് കോസ്റ്റ്യൂം നോക്കുകയാണ്. സോ ഫ്രോസണിലെ എൽസയാണ് ഇപ്പോൾ അവളുടെ ഫേവറേറ്റ് പ്രിൻസസ്. പക്ഷേ എൽസയുടെ കോസ്റ്റ്യൂം നോക്കിയിട്ട് നമുക്ക് ഒത്തിരി ഗ്രാൻഡായിട്ടോ ഒന്നും തോന്നിയില്ല. ഈ സ്റ്റോറിൽ അത്യാവശ്യത്തിന് വേറെയും കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഈ വിച്ചിൻ്റെ കോസ്റ്റ്യൂം ഉണ്ട്, പിന്നെ കുറേ സൂപ്പർ ഹീറോസ്. ഇപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഡ്രസ്സപ്പ് ചെയ്ത് വരും കേട്ടോ. ഇപ്പം നോറയുടെ കിൻഡർ ഗാർഡനിൽ കീറ്റ എന്നാണ് ഇവിടെ പറയുന്നത്. ബൈ ദ വേ, കീറ്റയിൽ ഫെബ്രുവരി 16th ഇവളുടെ ഇവൻറ്റ് നടക്കുന്നത്. അപ്പം അവിടെ കുറേ സെലിബ്രേഷൻസ് എന്ന് വെച്ചാൽ കുറേ ഗെയിംസൊക്കെ കളിക്കാം, കുറേ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാവും. അങ്ങനെ പിള്ളേരിങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് പോകും. അപ്പോൾ നോറയ്ക്ക് ഈ ഒരു കോസ്റ്റ്യൂമാണ്, ഈ ഒരു ഡ്രസ്സാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് വേറൊരു പ്രിൻസസ്സാണ്, റപ്പൻസൽ എന്ന് പറഞ്ഞ പ്രിൻസസിൻ്റെ പോലത്തെ ഒരു ഡ്രസ്സാണ്. പിങ്ക് ഇതും ഉണ്ടടാ, ബ്ലൂ കളറും അതിൻ്റെ.
അത് ഞങ്ങൾ ആദ്യം നോക്കിയായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോന്നു. ഈ ബ്ലൂ ഇഷ്ടപ്പെട്ടെന്ന്, ആ ബ്ലൂ ഇഷ്ടപ്പെട്ടെന്ന് അവർക്ക്. അത് വലുതാ, വേറെ സൈസ് ഉണ്ടോ നോക്കിക്കേ. Or you want this style? Big one. എനിക്ക് 16 എഴുതി. ഇട്ട് നോക്കാൻ പറ്റുമോ? ഡിഫറെന്റ്. നിനക്ക് ഇതുപോലെ സൂപ്പർ ഹീറോ അതെ ഫയർ ഫൈറ്റർ ഒക്കെ ആയിട്ട് പോകാൻ വേണമെങ്കിൽ അങ്ങനെ പോണോ? ഓക്കെ. കൈയൊക്കെയാണോ? കൈ എത്രയും മതി, പോവാം, അതെടുക്കാം. പിന്നെ കോസ്റ്റ്യൂമിന് പാർട്ടായിട്ടുള്ള വേറെ ആക്സസറീസ് ഒക്കെ ഉണ്ട്. ഇത് വേറൊരു സ്റ്റോറാണ് ബൈ ദ വേ. ഞങ്ങളിവിടെ വേറെയും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ആക്ച്വലി മറ്റേ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു അവളുടെ ആ പിങ്ക് ഡ്രസ്സ്. ആൻഡ് ദിസ് ഇവൻറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ കിഡ്സ്, കാരണം അഡൾട്ട്സും ഇതുപോലെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യും. കണ്ടില്ലേ, ഇതൊക്കെ അഡൾട്ട്സിൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. ഇതൊക്കെ ഇട്ടിട്ട് അഡൾട്ട്സ് ഇങ്ങനെ പരേഡൊക്കെ പോവും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിൽ പരേഡൊക്കെ നടക്കും. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് കളർഫുൾ. അങ്ങനെ നമ്മൾ മോളിനകത്ത് തന്നെയുള്ള ഫുഡ് കോർട്ടിൽ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നോറയ്ക്കൊരു ബിഗ് സ്ലൈസ് ഓഫ് പിസ്സ വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു കൊറിയൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ആൻഡ് നോറയ്ക്ക് മാർഗരീറ്റ പിസ്സയാണ് ഇഷ്ടം, വേറെ ടോപ്പിങ്സ് ഉള്ള പിസ്സ ഒന്നും അവൾ കഴിക്കില്ല. സോ ദിസ് ഈസ് ഹെർ ലഞ്ച്. ആൻഡ് നമ്മുടെ ഫുഡ് വരാൻ ഇനിയും ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ നോറയ്ക്ക് കൊടുക്കുകയാണ് പിസ്സ. ഇത് അവൾക്ക് തന്നെ എന്തായാലും കഴിക്കാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദ സൈസ്, കാരണം ഭയങ്കര ബിഗ് സ്ലൈസാണ് ആസ് യു കെൻ സീ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫുഡ് വന്നു. ഞാനൊരു കൊറിയൻ റൈസ് ബോളാണ് എടുത്തത്, ചിക്കൻ വെച്ചിട്ടുള്ള. ഇതൊരു കൊറിയൻ ബാർബിക്യൂ പ്ലേസ് ആണ് ആക്ച്വലി കേട്ടോ. അവർ ബാർബിക്യൂ ചെയ്ത ചിക്കൻ പീസസ് ഒക്കെയാണ് പല സോസിലൊക്കെ ഇട്ട്. സോ ഞാനൊരു റൈസ് ബോൾ എടുത്തു. ആൻഡ് മൈ ഹസ്ബൻഡ് ബോട്ട് എ ചിക്കൻ ബർഗർ. പോർഷൻ സൈസൊക്കെ ആണെങ്കിലും അത്യാവശ്യത്തിന് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന, അല്ലാണ്ട് വലിച്ചു വാരിയൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ ചിക്കൻ റൈസ് ബോളിൽ കുറേ ചിക്കൻ പീസസ് ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്, പിന്നെ കുറച്ച് സോസ്. ആൻഡ് ഇത് കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിരുന്നു കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത സോസ് ഐ ആക്ച്വലി ഫോർഗോട്ട് ദ നെയിം, പക്ഷേ അങ്ങനെയായിരുന്നു. ആൻഡ് എനിവേ ഇവർ രണ്ടും കഴിച്ചു കഴിഞ്ഞു. ആൻഡ് ഞാൻ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ല ബിക്കോസ് യൂഷ്വലി എനിക്ക് അല്ലെങ്കിലും കുറച്ച് താമസമുണ്ട് കഴിക്കാൻ. അങ്ങനെ ഇത്രയും ഞാൻ ഇതുവരെ കഴിച്ചുള്ളൂ. ബട്ട് എനിവേ അവരവിടെ ഇരുന്ന് കുറേ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ ഫൈനലി ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മൈ ഹസ്ബൻഡ് വാണ്ടഡ് എ സ്മൂത്തി. അതുകൊണ്ട് ഞങ്ങളൊരു സ്മൂത്തി പ്ലേസ്, അത് മോളിനകത്ത് തന്നെയാണ്, ഒരു സ്മൂത്തി ഒക്കെ വാങ്ങിച്ചു. ആക്ച്വലി നോട്ട് സ്മൂത്തി, ജ്യൂസ് ആയിരുന്നു, ഒരു മിക്സ്ഡ് ജ്യൂസ്. അത് കഴിഞ്ഞിട്ട് നോറയ്ക്ക് പ്രെറ്റ്സൽ വേണമെന്ന് പറഞ്ഞു. പ്രെറ്റ്സൽ എന്ന് പറഞ്ഞൊരു ക്ലാസിക് ജർമ്മൻ ബ്രെഡാണ്. സോ അവൾക്ക് ബട്ടർ ഇട്ടിട്ടുള്ള പ്രെറ്റ്സലാണ് ഇഷ്ടം. സോ നമ്മൾ 2 ബട്ടർ പ്രെറ്റ്സൽ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്റ്റോറിലും കൂടെ പോയി. വി വർ ഓൾറെഡി സോ ടയേർഡ്. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ ഡിസൈഡ് ചെയ്തു. ആൻഡ് നോറ ഈസ് ഈറ്റിംഗ് ഹർ ബട്ടർ പ്രെറ്റ്സൽ. നോറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ പ്രെറ്റ്സൽ. ഇറ്റ്സ് ആക്ച്വലി റിയലി ടേസ്റ്റി. നോർമൽ പ്രെറ്റ്സലിനെക്കാട്ടിലും നല്ലതാണ്. എനിവേ നമ്മളിത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. വിൻ്റർ ടൈം ആയതുകൊണ്ട് ഇപ്പോഴും സൺസെറ്റ് നേരത്തെയാണ്. സോ ഇപ്പോൾ ഓൾറെഡി 5 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ സൺസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോടാ? ഇതൊരു ലോങ് ഡേ ആയിരുന്നല്ലേടാ. നമ്മളങ്ങനെ പതിയെ വീട്ടിലെത്തി. അത്രേ ഉള്ളൂ ഈ വ്ളോഗ് അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.